ണ്ട്. അങ്ങനെ മുമ്പൊരിക്കൽ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം അത് പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതാ മുസ്ലിയാർ ചോദിക്കുകയാണ്, ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയത് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മൂപ്പര് കണ്ട കിതാബ് അങ്ങനെ. ഏത് യഹൂദിന്റെ കിതാബാ നോക്കിയ മൗലവി? ഒരു യഹൂദിന്റെ കിതാബും നോക്കൽ ഞങ്ങളുടെ സമ്പ്രദായമല്ല, അത് നിങ്ങളുടെ പരിപാടിയാണ്. യഹൂദി കിതാബ് നോക്കലും അത് പകർത്തലും അതിലെ ആശയങ്ങൾ പകർത്തലും നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ നോക്കിയത് യഹൂദിയുടെ കിതാബല്ല, ഞങ്ങളെ നേതാവുണ്ട്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന അള്ളാന്റെ കിതാബാണ് കേട്ടോ. അതിന്റെ വിശദീകരണമായിക്കൊണ്ട് അവിടെ പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഹദീസിന്റെ കിതാബുകളാണ് കേട്ടോ. ഓർമ്മപ്പെടുത്തുന്നു, അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പൊളിക്കണം എന്ന് നബി തിരുമേനിയാണ് കൽപ്പിച്ചത്, അലിയാരോടാണ് കൽപ്പിച്ചത്. അലിയാരി തങ്ങൾ അതേ വസിയത്ത് അബുൽ ഹയ്യാജിന് കൈമാറിപ്പോയി. അത് ലോകത്ത് നിലനിൽക്കുകയാണ്. അല്ലാതെ പൊളിക്കാൻ പറഞ്ഞത് യഹൂദിന്റെ കിതാബ് നോക്കിയിട്ടല്ല. ഇതൊക്കെ ഞാനിവിടെ ഇനിയും എന്തിനാവർത്തിക്കണം? ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ഉള്ളവൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ജൂത ക്രിസ്തീയ നടപടിയാണ് ജറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും ആരാധനകൾ നടത്തലുമൊക്കെ എന്ന് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഒരു സബുൽ മോബിക്കാത്തായിക്കൊണ്ട് ഒരു വമ്പിച്ച അപരാധം പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന നിലക്ക് പേരോടിവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട്. ഞാൻ ജാറം പൊളിക്കണം എന്ന് പറയുമ്പോ മുഴുവനും മൂപ്പരവിടെ ഉയർത്തി കാണിക്കുന്നത് എന്താണ്? അപ്പ വരും സ്ക്രീനിൽ ഒരു ചിത്രം, അതാ മദീനത്തെ ഗ്രീൻ ഡോം വരുന്നു, പച്ചക്കുബ്ബ വരുന്നു. ഖബർ പൊളിക്കണം എന്ന ഹദീസ് ഞാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ ജൂത ക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലിപ്പ് അങ്ങ് കൽപ്പിച്ചിട്ട് മൂപ്പര് ചോദിക്കുന്നു, അതാ ഈ ജാറം ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി? ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ? ആ വക ആ രൂപത്തിലുള്ള ചപ്പടാച്ചിയുണ്ടല്ലോ, മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ പേരിൽ വെച്ച് കിട്ടി. ജാറം പൊളിക്കണം, ആ നിലക്കുള്ള കെട്ടിടങ്ങൾ പൊളിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മദീനത്തെ കുബ്ബ കാണിക്കുക, ജനവികാരം വിളക്കി വിടാൻ. കണ്ടോ, അതിനെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നിങ്ങളോട് മലയാളത്തിലല്ലേ വിശദീകരിച്ചത്? അറബി കിതാബുകൾ നിങ്ങൾക്ക് തിരിയില്ല, മലയാളവും നിങ്ങൾക്ക് തിരിയാതെ പോയോ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെങ്കിലും ഒന്ന് വരി ചേർന്നിട്ട് ഒന്ന് വാങ്ങി വായിച്ചുകൂടെ? വെറും കേസറ്റ് വിറ്റ് നടന്നാ മതിയോ? നിങ്ങൾ എന്നെയല്ലേ ആക്ഷേപിച്ചത് കാസറ്റ് വിറ്റ് നടക്കുന്നയാളെന്ന്? എനിക്ക് കാസറ്റ് വിൽക്കുന്ന പരിപാടിയില്ല, ഞാൻ എന്റെ കാസറ്റ് ഒട്ട് വിറ്റ് നടക്കാറുമില്ല. അതൊക്കെ അവനവന്റെ സ്വഭാവം വിളിച്ചു പറഞ്ഞതാണ്, അത് ഓർമ്മപ്പെടുത്തുന്നു സാന്ദർഭികമായിട്ട്. എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഒരു സുന്നി വോയിസിനൊന്ന് ഒന്ന് വരി ചേർന്നുകൂടെ? നിങ്ങളുടെ സുന്നത്ത് മാസിക ഒന്ന് വായിച്ചു നോക്കിക്കൂടെ? അതിലൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് ആ പച്ചക്കുബ്ബ ഏത് കാലത്തുണ്ടാക്കി, ആരുണ്ടാക്കി? പേരോടിനോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ആ പച്ചക്കുബ്ബ സ്വഹാബത്തുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? ജീവൻ പോകുവോളം നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. സാധിക്കില്ല. നിങ്ങൾക്ക് സാധിക്കൂ? അള്ളാന്റെ ഞങ്ങൾ എന്തെങ്കിലും ഇവിടെ ഖബർ സംബന്ധമായ അനാചാരങ്ങൾ പറയുമ്പോൾ അപ്പ കാണിക്കും സ്ക്രീനിൽ മദീനത്തെ കുബ്ബ, മദീനത്തെ പള്ളിയോട് വെച്ചുള്ള ജാർ. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണോ ജാറല്ലേ? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമേ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ഞങ്ങൾ കാണിച്ചതാണോ? ഞങ്ങൾ അതും കാണിച്ചിട്ട് അവിടെ പ്രസംഗിച്ചത്. എന്തിനാ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ ജൂതൻ എന്ന് വിളിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ പേരോടെ? മനസ്സിലിരിക്കട്ടെ. നടക്കൂലട്ടോ, അത് നടക്കൂല. മാന്യമായി പ്രതികരിക്കുക, ഉള്ളത് പറഞ്ഞ് മുന്നേറുക, ഉള്ളത് പറഞ്ഞ് ഖണ്ഡന പ്രസംഗം മുന്നേറട്ടെ. ഉള്ളത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് പറയണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലക്കാ നിങ്ങളുടെ ഓരോ അവതരണങ്ങളും. എന്നിട്ട് മൂപ്പരുടെ ഒരു വെല്ലുവിളി ഉണ്ട്. എന്താ വെല്ലുവിളി അറിയോ? ഭയങ്കര വെല്ലുവിളിയാ. ചേറ്റിട്ടി എന്ന് പ്രസംഗിച്ചാ പോരാ. എന്നോട് പറയണേ, ചേറ്റിട്ടി എന്ന് പ്രസംഗിച്ചാ പോരാ. മൂപ്പരിക്ക് ഈ ജനസാഗരത്തെ ഒന്നും കണ്ടിട്ടുണ്ട് അന്തം വിട്ടിക്കുക. എന്തൊക്കെ പറയേണ്ടതൊന്നും അറിയില്ല.
ആളുകളെ കണ്ടിട്ട് മൂപ്പര് കുറെ പറഞ്ഞു നോക്കി, ഇത് കർണാടകയിൽ നിന്ന് വരികയാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്, ഇന്ത്യ പിന്നെ കേരളം മുഴുവനുള്ള ആൾക്കാർ വരികയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയാണ്. അതിനെന്താ അസൂയപ്പെട്ടിട്ട് കാര്യം? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് മുടക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ. CD വലിച്ചെറിയണേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ വലിച്ചെറിയൂല കേട്ടോ. ഈ CD-കള് ആളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, ഈ ഒരു പരിപാടിയുടെ മാത്രമല്ല, ഞങ്ങളുടെ പ്രഭാഷകന്മാരുടെ മുഴുവൻ CD-കളും ആളുകൾ സശ്രദ്ധം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഏത് വേലി കെട്ടിയിട്ട് എന്ത് വേല ഒപ്പിച്ചാലും ഒരു വേലയും ഒരു വേലി കൊണ്ടും നടക്കൂല പേരോടെ. മനസ്സിലാക്കിക്കോ. ആളുകൾ ഇത് പഠിക്കും, മനസ്സിലാക്കും. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്ത് ആ ക്ലിപ്പ് മൂപ്പരെന്നെ കേൾപ്പിക്കുന്നുണ്ട്, ജൂതക്രിസ്തീയ നടപടിയാണ് ജറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ബാക്കിയുള്ള ഒന്നും പറയുന്നില്ല. അതാണ് പറഞ്ഞിട്ട് പറയുമ്പോ തന്നെ ഒരു ചോദിക്കാൻ, മൗലവി ധൈര്യണ്ടോ മദീനത്ത് പോയി പ്രസംഗിക്കാൻ? ധൈര്യണ്ടോ? ആ ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ധൈര്യണ്ടോ ഇല്ലേ? ധൈര്യണ്ടോ സൗദി അറേബ്യ പോയിട്ട് മദീനത്ത് പോയിട്ട് ഈ ജാറം ജൂതന്മാരാണെന്ന് പ്രസംഗിക്കാൻ ധൈര്യണ്ടോ സലഫി? ഏറ്റവും വലിയ ജാറം, ഏറ്റവും ബഹുമാനമുള്ള ജാറമാണ് മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാർ. അത് ജൂതന്മാരല്ലേ? ജൂതന്മാരാണോ ജാറല്ലേ? നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചതാ. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുമേ. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും. ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും കെട്ടിപ്പടുക്കലും. മൂപ്പര ഫത്വ ചേറ്റിയിട്ടില്ല ഫത്വ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മദീനത്തെ പള്ളിയോടനുബന്ധിച്ചുള്ള ജാറം ജൂതന്മാരാണോ മൗലവി? ഈ മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവരുന്നവർ പറയണം. അവിടുന്ന് ഇവിടുന്ന് വണ്ടി എടുത്തു വരുന്നില്ലേ? കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുജാഹിദ് വന്നില്ലേ ഇവിടെ? മൗലവിമാർ വന്നില്ലേ ഇവിടെ? പറയണം നിങ്ങൾ. മദീനയിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കൊമ്പയുള്ള ജാറം അത് ജൂതന്മാരാണെന്ന് പറ. മൗലവിമാരെ തുറന്ന് ഓരോ സ്ഥലത്തും പറ. നാലാവർത്തി ചേച്ചിട്ടി എന്ന് പറഞ്ഞാൽ പോരാ. എന്തിനാ അങ്ങനെ ബേജാറാകുന്നത്? കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നോട്ടെ. നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ എന്താ അസൂയപ്പെടുന്നത്? ഏത് രാജ്യത്തും താങ്ങിയ ഇൽമ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വരും. അതിനെന്തിനാ? അപ്പൊ മൂപ്പര ബേജാർ അതൊന്നുമല്ല. മൂപ്പര ബേജാർ ഈ ജാറോ ഇതൊന്നുമല്ല. ഇവിടെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സലഫീന് നാദാപുരത്ത് ചവിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടും ആ നിലക്ക് ഇവിടെ നിന്ന് ആകെ പ്രശ്നമാണ് എന്നൊക്കെ രാജ്യമൊട്ടാകെ പ്രചരിപ്പിച്ചിട്ടും ഇതിങ്ങനെ നാൾക്ക് നാളിങ്ങനെ ശക്തമായി തന്നെ മുന്നേറുന്നത് കാണുമ്പോൾ ആ വിഷമം ഇങ്ങനെ പറയാ. തൽക്കാലം മൂത്തൂ ബിഗൈളിക്കും.